ഒരു വ്യക്തിയോട് ഒരു പ്രണയം തോന്നുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ആ പ്രണയം രണ്ട് സൈഡിലും ക്ലിയർ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മുടെ ലൈവിൽ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്രണയത്തിൻ്റെ ഒരു ചർച്ച വന്നതിൻ്റെ ഇതിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റേതായ അഭിപ്രായങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കാം, എല്ലാവർക്കും അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാവർക്കും ലൈഫിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് മാത്രമാണ് ഒരു ലൈഫ് പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരാളെ കാണുന്നു, പരിചയപ്പെടുന്നു, ആൾ സംസാരിക്കുന്നു. അപ്പോൾ ആളുടെ സംസാര രീതി ഓക്കെ, നമ്മൾ കംഫർട്ടാണെന്ന് നമുക്ക് തോന്നുന്നു. പതിയെ നമ്മൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ഒരാളാണ്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ഭാഗവും എപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്ന്. പതിയെ വഴിയിലെ ഓരോരോ അലിഗേഷൻസ്, സോഷ്യൽ മീഡിയ വഴി തന്നെ ഓരോരോ അലിഗേഷൻസ് വരികയും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും, അപ്പോൾ അങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈഫ് വെച്ച് കളിക്കാൻ ആരും തന്നെ തയ്യാറാവില്ല, മനസ്സിലായില്ല? ലൈഫ് വെച്ച് കളിക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് ക്ലിയർ ആക്കുക മാക്സിമം. അവരവരുടെ ഭാഗം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ലൈഫിലോട്ട് കടക്കുമ്പോൾ. നമ്മൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പോലും നമ്മൾ ആദ്യം ഒരാൾ എങ്ങനെയാണ് പെണ്ണ് കാണുന്നു, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഇഷ്ടമാണെന്ന് പറയുന്നു, അങ്ങനെ ഓക്കെ എനിക്ക് സമ്മതമാണ്, ആളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷവും അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു ലേഡിയുടെ വീട്ടിൽ നിന്ന് ആ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും വിട്ടിട്ടാണെങ്കിലും അയൽപക്കത്തൊക്കെ നമ്മൾ ആളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഫോൾട്ട്, എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അലമ്പ് കൂട്ടുകെട്ടോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് വീട്ടിൽ നിന്നുള്ള ഒരു സമ്മതം. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും ആ ഒരു ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ലൈഫ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ. ആ രീതിയിലും മുന്നോട്ട് പോവല്ല. ഇപ്പോൾ പ്രായത്തിൻ്റേതായ ഒരു ഇതിൽ പല കുരുത്തക്കേടുകളൊക്കെ കാണിച്ച് വെക്കുന്ന ഈ പയ്യന്മാരുണ്ട്. പക്ഷേ അതൊക്കെ ലൈഫിലോട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പോവുക. നിങ്ങൾക്ക് കല്യാണപ്രായം ആവുമ്പോൾ തീർച്ചയായിട്ടും അത് നടന്നോളും. നിങ്ങൾക്ക് കല്യാണപ്രായം ആവട്ടെ. അതിന് മുന്നേ ഉള്ള ഈ ആവശ്യമില്ലാത്ത കോളുകളും ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴപ്പോഴാണ് ഓരോരോ ഇത് മാറി ഇതാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണ് ആ ലേഡി ഓരോന്ന് അറിയുന്നതെങ്കിൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ല? അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊന്നും വലിച്ചു വെക്കാതിരിക്കാം. ആയ കാലത്ത് ചെറുപ്പത്തിൽ ഓരോരോ ബന്ധങ്ങളൊക്കെ വലിച്ചു വെച്ചതിന് ശേഷം അവസാനം വിവാഹപ്രായം ആകുമ്പോഴത്തേക്കുമാണ് ഇതെല്ലാം വന്ന് ബുദ്ധിമുട്ടായി, അവസാനം പ്രശ്നമായി, അടിയായി, ഇടിയായി, അങ്ങനെയാണ് വരുന്നത്. മിക്കയിടത്തും ഇത് തന്നെ സംഭവിക്കുന്നത്. ഈ ഒരു വിഷയം പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളുടെ ലൈഫും ക്ലിയറാക്കി വെക്കുക. ഫോൺ കോളുകൾ, ആവശ്യമില്ലാത്ത വാട്സപ്പ് ചാറ്റുകൾ, എന്തൊക്കെയാണ് ഒരു ലാസ്റ്റ് ഫ്രണ്ട്ഷിപ്പൊക്കെ മാറി വേറെ പലതും ആകും. അവസാനം കുടുംബത്തിലോട്ട് പ്രശ്നം വരുമ്പോഴായിരിക്കും എല്ലാം കൈയും കാലിട്ടടിക്കുന്നത്, മനസ്സിലായോ? ആദ്യമൊക്കെ ഫ്രണ്ട്ഷിപ്പും ഈ കോളിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രണയം എന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ ലേഡീസ് ഉണ്ട് ഭർത്താവിരിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടവരുടെ കൂടെ പ്രണയം, കോളുകൾ, മെസ്സേജ് അടിക്കൽ, രാത്രി മെസ്സേജ്, ചാറ്റിങ്, ചീറ്റിങ്, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരവരുടെ പാട് നോക്കി പോകും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും കുടുംബം ഉള്ളതാണ്. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും എല്ലാവർക്കും ഫാമിലി ഉള്ളതാണ്. അപ്പോൾ ഫാമിലിയിലോട്ട് ഒരു റിസ്ക് രീതിയിലുള്ള അന്വേഷിക്കുമ്പോഴത്തേക്കും ഫോൾട്ടുകൾ നിറഞ്ഞ ഒരു ലൈഫാണ് ഒരു ബോയുടേതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ റിസ്ക് എടുത്ത് തലയിൽ വെക്കാൻ തയ്യാറാവില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ എത്രയോ പേർക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാം നോക്കിയും കണ്ടും ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ച് ആരെങ്കിലും തലയിലെടുത്ത് വെക്കുമോ? അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. അവരവരുടെ കുടുംബത്തിലോട്ട് എല്ലാവർക്കും കുടുംബമുള്ളതാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ബോയ്സ് വിട്ടുവീഴ്ചകളും കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്താലൊന്നും യാതൊരു പ്രശ്നമില്ല. സ്ത്രീകളുടെ ഭാഗത്ത് വരുമ്പോഴാണ് പ്രശ്നം. ബോയ്സിന് എന്ത് വേണമെങ്കിലും ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഫാമിലി ഒരുപോലെ തന്നെ. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ അയാളുടെ അന്വേഷിക്കില്ല. ബാക്ക്ഗ്രൗണ്ട് പോയി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾ നമ്മൾക്കും കൂടി ഇഷ്ടമാണ് എന്ന് തോന്നുന്ന ആ ഒരു സമയത്താണ് നമ്മളത് വീട്ടിൽ പറയുകയോ അങ്ങനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ആ വീട്ടുകാർ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കരുത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പം ഒരാളെ പ്രേമിച്ചു, വീട്ടുകാർക്ക് വേണ്ടി ആ പ്രണയം ഉപേക്ഷിച്ചു, വീണ്ടും വേറൊരാളെ പ്രണയിച്ചു, അടുത്ത ഒരാൾക്ക് വീണ്ടും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൾക്ക് വേണ്ടി ഈ പ്രണയം ഉപേക്ഷിച്ചു. അതൊന്നും ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല.
പ്രായത്തിൻ്റെതായ രീതിയിൽ പലതും കാണിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാവിയിൽ അത് അനുഭവിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം. എന്നിട്ടേ ഇതിനൊക്കെ തുനിഞ്ഞ് നടക്കാറുള്ളൂ. പ്രേമലേഖനം കൊടുക്കാനും മെസ്സേജ് ഇടാനും ചാറ്റിങ്ങിനും ചുറ്റിങ്ങിനും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ അത് ഉണ്ടാക്കുന്ന വിപത്തുകൾ കൂടി നേരിടാനും തയ്യാറായിരിക്കണം. അല്ലാതെ ലാസ്റ്റ് കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. പബ്ലിക് ചാറ്റുകൾ പോലെയല്ല പ്രൈവറ്റ് ചാറ്റുകൾ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ഈ പ്രൈവറ്റ് ചാറ്റുകൾ എന്ന് പറഞ്ഞാൽ. കുടുംബത്തോട്ട് പ്രശ്നം ഉറപ്പായിട്ടും വന്ന് കയറും. അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. മാരേജ് കഴിഞ്ഞവരാണെങ്കിലും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എത്ര പേരാണ് കല്യാണം കഴിഞ്ഞവരാണ് ഇപ്പോൾ ഓടുന്നത് ട്രെൻഡ്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? എല്ലാ ദിവസവും നമ്മളൊക്കെ ഇപ്പോൾ ലൈവിലെ പ്രണയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പറയുന്നത്, ലൈവ് ഇട്ട് നമ്മളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നവരാണ്. ലൈവ് എല്ലാ ദിവസവും ലൈവ് ഉണ്ട്, എല്ലാ ദിവസവും സംസാരിക്കുന്നവർക്കാണ്. പിന്നെ എന്തിനാ അവിടെ ഒരു 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 പ്രൈവറ്റ് ചാറ്റിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ആ ലൈവിൽ പറയാവുന്ന കാര്യങ്ങൾ മതി. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് തീരെ ഇതില്ലാത്ത കാര്യങ്ങളാണ് പറയാം. അല്ലാതെ എല്ലാ ദിവസവും അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറയാൻ നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമ്മുടെ അമ്മയുണ്ട്. അമ്മയോട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളത്? അതിനേക്കാൾ എന്ത് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാൾ നമുക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയണത്? എല്ലാം അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമീപിക്കുന്നവരാണ് കൂടുതൽ. എങ്ങനെ വിശ്വസിക്കും? ചുരുക്കി പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങളുടെ ഭാഗം ക്ലിയർ അല്ലാതെ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രണയിക്കാൻ നടന്നാലോ ഒരു വിവാഹ ജീവിതമാണെങ്കിലോ ലൈഫ് എന്ത് തന്നെ ആണെങ്കിലും അതൊരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ അതിൽ പാളിച്ചകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് ക്ലിയർ ആക്കാൻ നോക്കുക. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ പോയി പിടിച്ചു വെക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് പേര് പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ കണ്ട് പരിചയപ്പെടുകയും അവരുടേതായ ജീവിതം സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. അതാണ് പറഞ്ഞത്. എല്ലാം നമ്മളുടെ സമീപനം പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെയാണോ മെനഞ്ഞു കൊണ്ടുവന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഭാവിയിലേക്ക് വരുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ഒരാളുമായിട്ട് ചേച്ചിയാണ്, അനിയത്തിയാണ്, അമ്മയാണ്, പെങ്ങളാണ് അങ്ങനെയുള്ളൊരു ബന്ധം വെച്ച് നിങ്ങൾ പേഴ്സണൽ കോണ്ടാക്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു തൊല്ലയാവാനാണ് വലിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ പോവുക. ഇപ്പോൾ ഓരോ പ്രായത്തിൽ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഓരോ പ്രായത്തിൻ്റെതായിട്ട് ചിലപ്പോൾ ദേഷ്യം വരും. ആ ദേഷ്യമൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ നമ്മൾ ഓരോ പ്രായത്തിലും ഈ ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. അതങ്ങനെയാണ്. അതിപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലോ, നമ്മളും ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുന്നത്. അതുകൊണ്ട് അതങ്ങനെ സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ്. ചിലരാണെങ്കിൽ വിചാരിക്കും എനിക്കിതാ ഇത്രയോ പേരുമായിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ വഴി കണ്ട ഒരുപാട് പേരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ, എനിക്ക് എൻ്റേതായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം, ഏത് രീതി വരെ ഇവിടെ വരെ കൊണ്ട് നിർത്തണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് നല്ല കാര്യം. ഇവിടെ വരെ കൊണ്ടുവരുന്നത് അത് നല്ല കാര്യം തന്നെ. പിന്നെ ഭാവിയിലേക്ക് ഒരു പ്രശ്നം വരരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാത്ത കോൺടാക്റ്റുകൾ, വിളികൾ, ചാറ്റുകൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട ഒരാളുമായിട്ടൊന്ന് സംസാരിച്ചു, അതൊരു വലിയ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് ഓവറാക്കി ചളമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതെ വരും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തോന്നിവാസമായിട്ട് നിങ്ങൾ നടന്നാൽ ആ സമയം എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങൾക്ക് ലഭിക്കാതെ വരും. അതാണ് ലൈഫ്. പിന്നെ ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവരവരുടെ ഭാഗം ക്ലിയർ ആക്കാതെ ഓരോ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ഓരോരോ തരത്തിലുള്ള ഭീഷണികൾ അതൊട്ടും ശരിയായിട്ടുള്ള രീതിയല്ല. ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അത് ലൈഫിനൊട്ടും നല്ലൊരു രീതിയല്ല. നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു സ്നേഹത്തെ ആണെങ്കിലും എന്തെങ്കിലും വസ്തുക്കളാണെങ്കിലും അത് സ്വന്തമാക്കേണ്ട ആവശ്യമില്ല. അത് നിലനിൽക്കില്ല. അത് വെറും കുറച്ച് നാളത്തേക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് നിലനിൽക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളിലും ചിലപ്പോൾ നല്ല വശവും മോശവശവും കാണാം. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോവുക.